എബ്രോഡ് പോകുന്ന എല്ലാവരും പൈസയുള്ള ആൾക്കാരല്ല, സാധാരണക്കാരുടെ മക്കളെ എബ്രോഡ് പോയി പഠിക്കുന്നുണ്ട്. NMC ആണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ ഒരു അതോറിറ്റി ആയിട്ടില്ല മെഡിക്കൽ ഫീൽഡിൽ. നോർമലി ഒരു 15,000 സാലറി ഉള്ള ആൾക്ക് പോലും പിടിച്ചേക്കാൻ പറ്റുന്നില്ല. 25-26 വയസ്സായിട്ടും എന്തെങ്കിലും ഒരു 100 രൂപ 200 രൂപയ്ക്ക് വീട്ടിലേക്ക് വിളിക്കേണ്ട ഒരു സിറ്റുവേഷൻ. വിദേശ മെഡിക്കൽ പഠന രംഗത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ആശങ്ക നൽകുന്ന ഒരു കാര്യമാണ് വിദേശ മെഡിക്കൽ പഠനത്തിന് ശേഷമുള്ള അവരുടെ FMG എക്സാമും അതുപോലെ അവരുടെ കരിയർ മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. പലപ്പോഴും ഇത്തരം മേഖലകളിൽ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും കൺട്രീസ് ചൂസ് ചെയ്യുമ്പോഴും അവസാന ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ ഈ FMG എന്നുള്ള ആ ഒരു കടമ്പ കടക്കുന്ന ഭാഗത്ത് സ്റ്റെക്കായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. ആസ് എ കൺസൾട്ടൻ്റ് എന്നുള്ള രീതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിദ്യാർത്ഥിയുടെ MBBS എന്ന് പറയുന്ന ആ ഒരു കരിയർ പാത്തിലേക്ക് അവരെ കൈപിടിച്ച് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ എൻഡിൽ മുതൽ അവിടുന്ന് അങ്ങോട്ട് അവരുടെ ഫ്യൂച്ചർ എന്താണെന്ന് അതിന് കൃത്യമായിട്ടൊരു മെൻറ്റർഷിപ്പ് കൊടുക്കുന്ന ഒരു മെൻറ്ററാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന സൂരജ് സാറ്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു MBBS പഠനത്തിന് ശേഷവും വിദ്യാർത്ഥികൾ, അതായത് പഠിച്ചിറങ്ങുന്ന ഡോക്ടേഴ്സിന് അവരുടെ കരിയർ മുന്നോട്ട് പോകുന്നതിൽ തടസ്സമില്ലാതെ അവരുടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എങ്ങനെ അത് പ്ലാൻ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു ചർച്ച കൂടിയാണ്. സോ സൂരജ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. നമുക്ക് ഒന്നാമത്തെ വിഷയം എന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ആരോപണങ്ങളാണ്, അല്ലെങ്കിൽ അതൊരു യാഥാർത്ഥ്യമായിരിക്കും. 20% മാത്രമാണ് എല്ലാ വർഷവും FMG പാസ്സാകുന്നു എന്നുള്ളത്. അതായത് വിദേശ മെഡിക്കൽ പഠനം കഴിഞ്ഞ് ഇന്ത്യയിൽ FMG എക്സാമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ 20% വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്? നോർമലി FMG എക്സാം എന്ന് പറയുന്നത് കുറച്ച് ടഫായ എക്സാം തന്നെയാണ്. കാരണം ചിലപ്പോൾ എബ്രോഡ് പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി ഇവിടെ സീറ്റ് ഇല്ലാത്ത റീസൺ കൊണ്ടാണ് എബ്രോഡ് പോകുന്നത്. സോ എന്തായാലും തിരിച്ച് വരുന്ന സമയത്ത് കുറച്ച് ആ എക്സാം നല്ല കട്ടിയായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വർഷം കൂടുന്തോറും ടഫായിട്ട് പോയിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ പാസിംഗ് പെർസെൻറ്റേജും കുറവാണ്. ആദ്യമൊക്കെ 18% ഉണ്ടായിരുന്നു, ഇപ്പോൾ ഏകദേശം 20-23% എത്തി നിൽക്കുന്നുണ്ട്. പാസിംഗ് പെർസെൻറ്റേജ് ഇല്ല എന്ന് പറയുന്നതിനേക്കാളും എന്താ പറയുക ശരിയായിട്ട് പറഞ്ഞു വെച്ചാൽ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിൻ്റെ നിലവാരം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിൻ്റെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നോക്കിയിട്ട് വേണം നമ്മൾ ഫസ്റ്റ് ചൂസ് ചെയ്യാൻ. കാരണം നല്ല യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ആ കുട്ടികളുടെ FMG വന്ന ഉടനെ FMG എഴുതുന്ന സമയത്ത് ഫസ്റ്റ് അറ്റംപ്റ്റിനെ ക്ലിയർ ചെയ്ത് പോവുകയും ചെയ്യും. അതെ. സോ എബ്രോഡ് MBBS ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെന്ന് വെച്ചാൽ FMG പാസിംഗ് പെർസെൻറ്റേജ് കൂടിയുള്ള യൂണിവേഴ്സിറ്റീസ് വേണം ചൂസ് ചെയ്യാൻ. അതാണ്, അതായത് നമ്മൾ ഈ 20% എന്നൊക്കെ പറയുമ്പം അത് ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾ എഴുതുന്ന എക്സാമിൽ നിന്നാണ്. അപ്പം നിങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റി സെപ്പറേറ്റ് ആയിട്ട് നീ അതിൻ്റെ FMG പാസ് പെർസെൻറ്റേജ് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാകും, ബെറ്റർ ഉണ്ടാവും. അതാവുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി സേഫ് ആകും. അതുപോലെ തന്നെ മറ്റൊരു സംഗതിയാണ്, ഇപ്പോൾ നമ്മൾ പല കമൻസിലും കണ്ടിട്ടുണ്ടാവും ഈ അടുത്ത കാലത്ത് നിങ്ങളും അതിൻ്റെ വീഡിയോ തന്നെ ഈ വിദേശ മെഡിക്കൽ പഠനം കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക്, അവിടെ പോകുന്ന കുട്ടികളൊക്കെ ഇവിടെ പഠിക്കാൻ കഴിവില്ലാത്തവരാണ്, അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചു വന്ന ഒരു നിലവാരമില്ലാത്ത കുട്ടികളാണ്, അവരെന്തിനാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, എന്തിനാണ് തിരിച്ചു വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഒരു മെൻറ്റർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നാമത്തെ കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ ആരായാലും പുറത്തു പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെന്നല്ല, ഇവിടെ സീറ്റ് ഇല്ല. കാരണം ഓരോ വർഷവും 25-30 ലക്ഷം കുട്ടികളാണ് നീറ്റ് എക്സാം എഴുതുന്നത്. അതിൽ തന്നെ 10-15 ലക്ഷം കുട്ടികൾ പാസ്സാവുന്നുണ്ട്. അതിൽ തന്നെ 500-600 മാർക്കുള്ള കുട്ടികൾ ഒരുപാട് പേരുണ്ട്. പക്ഷേ ജനറൽ കാറ്റഗറി, SC ST OBC കാറ്റഗറി സംവരണമൊക്കെ വരുമ്പോൾ നല്ല മാർക്കുള്ളവർക്കൊന്നും MBBS സീറ്റ് കിട്ടുന്നില്ല. വീണ്ടും റിപ്പീറ്റ് എത്ര വർഷമാണ് കളയണത്. പക്ഷേ അതിനെക്കാട്ടും ബെറ്റർ ഓപ്ഷനാണ് നീറ്റ് ജസ്റ്റ് ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ എബ്രോഡുള്ള നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒരു ഗ്ലോബൽ എക്സ്പോഷർ കിട്ടുന്നുണ്ട്. അതായത് നമ്മളിപ്പം ഇവിടെ പഠിച്ച, ഫോർ എക്സാമ്പിൾ നാട്ടിൽ പഠിച്ച ആൾക്കാരുടെ എന്താ പറയുക ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ മോശം എന്ന രീതിയിലല്ല, പക്ഷേ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും എല്ലാം ഇമ്പ്രൂവ് ആയിരിക്കും വേറെ പുറത്ത് പോയി പഠിക്കുന്ന സമയത്ത്. കാരണം നമ്മളിപ്പോൾ നാട്ടിൽ പഠിക്കുമ്പോൾ എന്താ പറയുക കൂടുതൽ സംസാരിക്കുന്ന മലയാളം ലാംഗ്വേജ് അല്ലേ. പക്ഷേ നേരെ എബ്രോഡൊക്കെ ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് അവരെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ മാത്രമല്ല ലാംഗ്വേജ് സ്കിൽ ഇമ്പ്രൂവ് ആവും. ഇപ്പോൾ മെഡിസിൻ്റെ കേസിലായാലും എക്യുപ്മെൻറ്റ്സ് നമ്മൾ ഇവിടെ കണ്ട എക്യുപ്മെൻറ്റ്സ് ആയിരിക്കില്ല എബ്രോഡിൽ നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത്. ഇപ്പോൾ AI കാലമാണ്, അതുപോലെ തന്നെ എന്താ പറയുക റോബോട്ടിക്സിൻ്റെ കാലമാണ്. സോ അങ്ങനെ അഡ്വാൻസ് ആയ രീതിയിൽ പഠിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ എബ്രോഡ് പറ്റുന്ന കുട്ടികൾ. സോ ചൂസ് ചെയ്യുന്ന സമയത്ത് നല്ല യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നുള്ള കാര്യം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. സീറ്റ് ഇല്ലാത്ത റീസൺ കൊണ്ട് മാത്രമാണ് എല്ലാവരും എബ്രോഡ് പോകുന്നത്. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനിൽ എവിടെയും കോംപ്രമൈസ് ഇല്ല. പക്ഷെ അവിടുത്തെ അവർ ചെയ്യുന്ന സാക്രിഫൈസും അവർ സർവൈവ് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും ആരും ആലോചിക്കുന്നില്ല എന്നല്ലേ. ഈ ഒരു പറയല്ല, ഈ അവരെത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ പഠിക്കുന്നത് എന്നുള്ള കാര്യം ആരും ആലോചിക്കുന്നില്ലല്ലോ. ശരിയാണ്, ഈ നാട് വിട്ടുപോയി കഷ്ടപ്പെട്ട് ഇപ്പം നമ്മൾ പറയാം, ഇപ്പോൾ എബ്രോഡ് പോകുന്ന എല്ലാവരും പൈസ ഉള്ള ആൾക്കാരല്ല, സാധാരണക്കാരുടെ മക്കളെ എബ്രോഡ് പോയി പഠിക്കുന്നുണ്ട്. കാരണം ഒരു 25-35 ലക്ഷത്തിലൊക്കെ പോയിട്ട് MBBS പഠിച്ച് വരാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഫോർ എക്സാമ്പിൾ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഒരു മാനേജ്മെന്റ് സീറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ 1 കോടി രൂപ കൊടുക്കേണ്ടി വരും. അത് എവിടെ നിന്ന് ഒപ്പിക്കാനാണ്? അതിൻ്റെ എന്താ പറയുക 4-1 കൊണ്ട് നമുക്ക് പുറത്ത് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, നല്ല യൂണിവേഴ്സിറ്റി പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ FMG എക്സാം എഴുതി വന്ന കുട്ടികളോട് ഇപ്പം നമ്മുടെ ഇവിടെ കേരള സർക്കാർ KSMC ആണെങ്കിലൊക്കെ ഇപ്പോൾ ലാസ്റ്റ് ഒരു പ്രൊട്ടസ്റ്റ് ഒക്കെ നടന്നല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ NMC അതിൻ്റെ മേലുള്ള നിയമങ്ങളും തടസ്സങ്ങളൊക്കെ മാറ്റി വരുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരത്തിലൊരു പ്രശ്നം വരുന്നത്? അത് തന്നെയാണ് ഏറ്റവും വലിയ ചോദിച്ചതിനായിട്ടുള്ളത്. കാരണം വെച്ചാൽ ഓൾറെഡി NMC ഒരു റൂൾ കൊണ്ടുവന്നു, അത് കുട്ടികളെ ഭയങ്കര ദ്രോഹിക്കുന്ന പോലെയാണെന്നുള്ള കണ്ടിട്ട് പ്രൊട്ടസ്റ്റ് നടത്തി, ഡൽഹിയിൽ പ്രൊട്ടസ്റ്റ് നടത്തി. അവർ കുട്ടികളെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അതേ പിൻവലിച്ചു. അവരെന്താ പറഞ്ഞു വെച്ചാൽ കോവിഡിൻ്റെ സമയത്തൊക്കെ പോയ കുട്ടികളാണെങ്കിൽ
തിരിച്ചു പോയി കോമേഴ്സിന് ചെയ്തതാണെങ്കിൽ ആ കോമേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് മതി. അത് വെച്ചിട്ട് ഡയറക്റ്റ് ഇന്റേൺഷിപ്പ് പോലും വേണ്ട, ഇവിടെ ഡയറക്റ്റ് അവർക്ക് പെർമനന്റ് രജിസ്ട്രേഷൻ കൊടുക്കാന്നാണ് പറഞ്ഞത്. അത് ഇന്റേൺഷിപ്പ് വേണ്ട, കോമേഴ്സിന് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഇവിടെ പെർമനന്റ് രജിസ്ട്രേഷൻ കൊടുക്കാന്ന് റൂള് വന്നു. ഓക്കെ. അതുപോലും കേരളത്തിലെ ആൾക്കാർ ഉൾക്കൊള്ളുന്നില്ല, KSMC ഉൾക്കൊള്ളുന്നില്ല. അവർ പറയുന്നത് വെച്ചാൽ, കാരണം റീസെന്റ് പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു, അതിൽ സ്റ്റുഡൻറ്റ് സംസാരിക്കണ്ടായി. അവൻ 2021 MBBS കഴിഞ്ഞ് 22 FMG ക്ലിയർ ചെയ്തതാണ്. സ്റ്റിൽ അവൻ ഇവിടെ പെർമനന്റ് രജിസ്ട്രേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. ഇവർ ഓരോ റീസൺസ് പറഞ്ഞ് ഡിലേ ആക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഓൺലൈനിൽ പഠിച്ച ഇവർ KSMC ഇപ്പോഴും പറഞ്ഞു വെച്ചാൽ മെഡിസിനാണ് ഇവർ പഠിക്കുന്നത്, ഓൺലൈനിൽ പഠിച്ചിട്ടുണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഇവിടെ നിന്ന് ആൾക്കാർ ചികിത്സിക്കേണ്ടതില്ലേ. ചിന്തിക്കേണ്ട ഒരു കാര്യം, കോവിഡ് പറഞ്ഞ സമയത്ത് ലോകത്ത് എല്ലാവരും ഓൺലൈനിലാണ് പഠിച്ചോ, 1.5 കൊല്ലം ഓൺലൈനിലാണ് പഠിച്ചത്. ഇവിടെയുള്ള MBBS സ്റ്റുഡൻസ് അതേപോലെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവർക്ക് മാത്രം വേറൊരു റൂള്. ഇവൺ ഈ NMC ആണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ ഒരു അതോറിറ്റി ആയിട്ടില്ല മെഡിക്കൽ ഫീൽഡിൻ്റെ. അവർ പറഞ്ഞു ഇതൊക്കെയാണ് റൂൾസ്, ഏത് പ്രകാരം കൊടുക്കണം. ഈവൺ ഈ സ്റ്റൈപ്പൻഡിന്റെ കാര്യം വരെ പറഞ്ഞു, ഓരോ സ്റ്റേറ്റിലെ ആൾക്കാരും കൊടുത്തും തുടങ്ങി. KSMCൻ്റെ അടുത്ത് ഇവരിപ്പോഴും പറയാം, നമ്മളിപ്പോഴും നമ്മളായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, പഴയത് എങ്ങനെയാണ് ഫോളോ ചെയ്തത് അതേ ഫോമാറ്റിലാണ്. പ്രൊട്ടസ്റ്റ് ഉണ്ടാവാനുള്ള കാരണം അതാണ്. കാരണം വെച്ചാൽ കുട്ടികൾ ഇന്റേൺഷിപ്പിന് വേണ്ടി പോകുന്ന സമയത്ത് നോർമലി FMG ക്ലിയർ ചെയ്ത് ഒരു 6 മാസം ഇന്റേൺഷിപ്പൊക്കെ വരുന്നതാണ്. ഇപ്പം 1 വർഷവും 1.5 വർഷമൊക്കെ എടുക്കുന്ന ഇന്റേൺഷിപ്പിന് വിളിക്കാൻ തന്നെ. അവിടെ പോകുന്ന സമയത്ത് ഇവർ നോക്കുന്നത് ചൈനയിൽ നിന്ന് വന്നെയാണോ, ഓക്കെ, എന്താ പറയുക 2 വർഷം ഓൺലൈനിൽ പഠിച്ചിട്ടുണ്ട്, ഓക്കെ, ഇപ്പോൾ ഒരു 2 വർഷം പോലും ഇന്റേൺഷിപ്പ് ചെയ്യും, അടിച്ചു കൊടുക്കുക. പിള്ളേർക്ക് അവിടെ ചോദിക്കാനൊരു ആരുമില്ല. ഓക്കെ, 2 വർഷം, അത് 5 പൈസ ഇല്ല. നമുക്കറിയാം നോർമലി ഒരു 15,000 സാലറി ഉള്ള ആൾക്ക് പോലും പിടിച്ചേക്കാൻ പറ്റുന്നില്ല. ഇത് 5 പൈസ ഇല്ലാണ്ട് 24/7 ഹോസ്പിറ്റൽ ഡ്യൂട്ടിയാണ്. കാരണം വർക്ക് ചെയ്യുന്ന പിള്ളേരുണ്ട്, അവരെന്താ പറഞ്ഞു വെച്ചാൽ കഷ്ടപ്പാടാണ്, ലീവും ഇല്ല, നല്ല ടൈറ്റ് ഷെഡ്യൂളാണ്, 24 മണിക്കൂർ ഡ്യൂട്ടി വരുന്നുണ്ട്, 5 പൈസ കയ്യില്ല. പിള്ളേർ സങ്കടം പറയാം. കാരണം വെച്ചാൽ ഇപ്പോഴും 10, 25, 26 വയസ്സായിട്ടും എന്തെങ്കിലും ഒരു 100 രൂപ 200 രൂപയ്ക്ക് വീട്ടിലേക്ക് വിളിക്കേണ്ട ഒരു സിറ്റുവേഷൻ. ഇവിടെ ഇപ്പോൾ എൻ്റെ കസിൻ ബ്രദേഴ്സ് അങ്ങനെ പഠിച്ചവരുണ്ട്, അവരായാലും വീട്ടിൽ ചോദിക്കാൻ മടിയാണ്. കാരണം ഇത്രയും വയസ്സായി, ഡോക്ടറാണെന്ന് പറയുന്ന നാട്ടിൽ അതാണ് സിറ്റുവേഷൻ വരുന്നത്. അതുകൊണ്ടാണ് സ്റ്റൈപ്പൻഡ് കൊടുക്കണമെന്ന് എന്താ പറയുക NMCൻ്റെ റൂളിലും പറഞ്ഞത്. ഇവൻ കോർട്ട് പോയി കഴിഞ്ഞാലും കോർട്ടെന്ന് പറഞ്ഞത് എന്താ പറയുക, ഒരുപാട് സ്റ്റുഡൻസ് കേരളത്തിൽ തന്നെ കോർട്ട് ഓർഡർ എടുത്തിട്ട് ഇന്റേൺഷിപ്പിന് പോയ ആൾക്കാരുണ്ട്. അവർക്കും പറയുന്നത് വെച്ചാൽ എന്താ പറയുക സ്റ്റൈപ്പൻഡ് കൊടുക്കണമെന്നുള്ള ഫോമാറ്റിലാണ് പറയണത്. തമിഴ്നാട്ടിൽ കൊടുത്തു തുടങ്ങി, ബാക്കി എല്ലാ സ്റ്റേറ്റിലും കൊടുത്തു തുടങ്ങി. ഇവിടെ സ്റ്റിൽ ഇപ്പോൾ റീസെൻ്റ്ലി പ്രൊട്ടസ്റ്റ് അവരെന്താണെന്ന് വെച്ചാൽ ഒരു മീറ്റിംഗ് വിളിക്കാം, എന്നിട്ട് നിങ്ങളെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. അപ്പോഴേ നമ്മൾ ചോദിച്ചാൽ ഏത് ഡേറ്റ്. ഇവർ ഡെയിലി ഇന്നും ചിലപ്പോൾ ആൾക്കാരോട് ഡയറക്റ്റ് പോയിട്ടുണ്ടാവും, മാറ്റിക്കൊണ്ടിരിക്കുക. ഇപ്പം ഒരു എന്താ പറയുക ഇലക്ഷൻ്റെ ടൈം പറഞ്ഞിട്ട് ഇവർ മാറ്റിക്കൊണ്ടിരിക്കുക. ഓൾറെഡി റൂൾസ് എല്ലാം പറഞ്ഞു, കുട്ടികൾക്ക് ഇന്റേൺഷിപ്പിൻ്റെ കാര്യം എല്ലാം ഓൾറെഡി പറഞ്ഞു, സ്റ്റൈപ്പൻഡിൻ്റെ കാര്യം എല്ലാം പറഞ്ഞ് NMC നോട്ടീസ് ഇറക്കി. ബാക്കി എല്ലാ സ്റ്റേറ്റും ഓരോ സ്റ്റേറ്റ് വൈസിൽ നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. KSMCൻ്റെ ഭാഗത്ത് നിന്ന് ഒന്നുമില്ല. എന്താണ് ഇവരെ പ്രശ്നം എന്ന് മനസ്സിലായി. ഇവരെന്താ ഉദ്ദേശിക്കുന്നത്, അതായത് ആരും എബ്രോഡ് പോയി പഠിക്കരുതെന്നാണോ ഉദ്ദേശിക്കുന്നതിൽ അവർ തെളിച്ച് പറയട്ടെ. എബ്രോഡ് പഠിച്ച MBBS ഡോക്ടേഴ്സിൻ്റെ വില ഇല്ലാന്ന് അവർ തെളിച്ച് പറയട്ടെ, നമുക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച പിള്ളേരെ കൊണ്ട് വീണ്ടും ഇവിടെ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞിട്ട് കഷ്ടപ്പെടുത്താണ്. പെർമനന്റ് എന്തിനും ഇന്റേൺഷിപ്പിന് വെയിറ്റിംഗ് പീരീഡ്, പെർമനന്റ് രജിസ്ട്രേഷന് വെയിറ്റിംഗ് പീരീഡ്, എല്ലാത്തിനും വെയിറ്റിംഗ് പീരീഡാണ്. ഒരു റീസണുള്ള സഫർ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് NMCയുടെ ഒരു സർക്കുലർ വന്നല്ലോ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ്, ഉസ്ബെക്കിസ്ഥാനിലെ MBBSനെ കുറിച്ച്. അതിന് നിങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മറുപടി ആയിട്ട് ഇപ്പോൾ ഒരുപാട് വീഡിയോസുകളൊക്കെ വന്നിട്ടുണ്ട്. അതായത് വാണിംഗ് ആണ്, അല്ലെങ്കിൽ അത് കൺസേൺ ആണ്, അങ്ങനെയാണെങ്കിൽ ശരിക്കും അതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അഡ്മിഷൻ എടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഒന്നാമത്തെ കാര്യം, NMC ഇങ്ങനൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ, ഒരു നോട്ടീസായിട്ട് ഇറക്കണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള പ്രൂഫ് ഉള്ളതുകൊണ്ടാണ് അവർ ഇറക്കിയിട്ടുള്ളത്. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഉസ്ബെക്കിസ്ഥാനിലെ എംബസിയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് അവരെ നോട്ടീസ് ഇറക്കിയത്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനല്ല വീഡിയോ ചെയ്തപ്പോൾ ഇത്രേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ശ്രദ്ധിക്കുക എന്നുള്ള ഫോമാറ്റിൽ. ഒരുപാട് എൻക്വയറീസ് എനിക്കും വന്നിട്ടുണ്ട്. അവിടെ പഠിക്കൂട്ടില്ല, ചേട്ടാ ഞാനിപ്പോൾ 2nd ഇയർ പഠിക്കുകയാണ്, 4th ഇയർ പഠിക്കുകയാണ്, ഞങ്ങളുടെ ഡിഗ്രിക്ക് ഇന്ത്യയിൽ വാലിഡിറ്റി ഉണ്ടാവില്ലേ ചോദിച്ചിട്ട്. ഞാൻ അവരോടും പറഞ്ഞത് വാലിഡിറ്റിൻ്റെ പ്രശ്നങ്ങളല്ല, NMCൻ്റെ റൂള് പ്രകാരം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ NMCൻ്റെ റൂൾ എവിടെയെങ്കിലും വാലിഡായിട്ട് തെളിഞ്ഞാൽ പിന്നെ അവർക്ക് FMG എക്സാം എഴുതാനോ രജിസ്ട്രേഷൻ ഒന്നും നടക്കത്തില്ല. അതെ, എടുത്ത് വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി +2 എക്സാം കഴിഞ്ഞു, നീറ്റ് എക്സാം വരാൻ വേണ്ടി പോവാണ്. സംടൈം ഇപ്പം തന്നെ എന്താ പറയുക ഉസ്ബെക്കിസ്ഥാനിലെ യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ അഡ്മിഷൻ ലെറ്റർ എടുത്ത് വെച്ച ആൾക്കാരുണ്ടാവും. അതെ, ഒന്നാമത്തെ കാര്യം, ഇപ്പം +2 പഠിക്കുന്ന കുട്ടികളെ അവരുടെ പാരൻസിന് FMG എക്സാമിനെ കുറിച്ച് അവർക്ക് അറിയേ വേണ്ട. MBBSന് അബ്രോഡ് സീറ്റ് എടുക്കുന്നു, തിരിച്ചു വന്ന് പ്രാക്ടീസ് ചെയ്ത് ഡോക്ടർ ആവുന്നു. ഇത് മാത്രമേ ഇപ്പോഴും ആൾക്കാർക്ക് അറിയുള്ളൂ. എന്താണ് FMG എന്നുള്ളത് ആർക്കും അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ആ കുട്ടികളോട് ആരും അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ. ഫോർ എക്സാമ്പിൾ ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞു വെച്ചാൽ, നീറ്റ് ക്വാളിഫൈഡ് ആണ്, MBBS പോകാന്നുള്ള ഫോമാറ്റിൽ. ഇൻ കേസ് നീറ്റ് ക്വാളിഫൈഡ് അല്ലെങ്കിൽ പോലും ചില ആൾക്കാർ MBBSന് അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, അവരുടെ അഡ്മിഷൻ എടുത്തു കൊടുത്ത ഒരു കൺസൾട്ടന്റ് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 6 വർഷത്തെ MBBS പ്രോഗ്രാം അല്ലേ, ഈ 6 വർഷത്തിനുള്ളിൽ
എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് നീറ്റ് ക്വാളിഫൈഡ് ആവാം, പിന്നെ പ്രശ്നമില്ല. അത് ഞാനും കേട്ടിട്ടുണ്ട്, പലരും അങ്ങനെ പറഞ്ഞിട്ട് കുട്ടികളോട് സംസാരിക്കും. അപ്പോൾ ഞാൻ പറയും അതിനൊരു ഓപ്ഷനും ഇല്ല. അങ്ങനെ എവിടെയെങ്കിലും NMC പറഞ്ഞെങ്കിലും ഓക്കെ. NMC പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെച്ചാൽ കോവിഡിന്റെ സമയത്ത് ഉണ്ടായിരുന്നു, എക്സാം എഴുതാൻ പറ്റിയില്ല. അപ്പം ഒരു വർഷത്തെ റിലാക്സേഷനിലെ ഫോമാറ്റിൽ വന്നിട്ട് ഒരു വർഷത്തിനുള്ളിൽ എഴുതാതിലെ ഫോം. പക്ഷെ ആ ഒരു സാധനം വളച്ചൊടിച്ച് വെച്ചിട്ട് 6 വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും എഴുതാണ്ട് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ജോർജിയയിലും അവിടെയൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് എനിക്ക് തോന്നുന്നു ഈ USML അല്ലെങ്കിൽ അത്തരത്തിലുള്ള AMC പോലുള്ള ഓപ്ഷൻസ് ഒക്കെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ പ്രശ്നം അത്യാവശ്യം ടഫാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എബ്രോഡ് പോകുന്ന സമയത്ത് ഇപ്പം ഞാൻ ചിന്തിക്കുന്നത്, ഓക്കെ എനിക്ക് നീറ്റില്ല, ഞാൻ പുറത്ത് പോയി സെറ്റിൽ ആവാനാണ്. മനുഷ്യന്റെ കാര്യമാണ്. ഒരു 6 വർഷം കഴിയുമ്പോൾ നാട്ടിൽ വന്ന് പഠിക്കുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, നാട്ടിൽ വന്ന് നിൽക്കുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. 20 ലക്ഷം മുടക്കിയിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഉസ്ബെക്കിസ്ഥാന് മാത്രം വിഷയമല്ല ഇത്. ഇപ്പോൾ ഇത് എംബസിയിലേക്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം നമ്മൾ അവിടെയുള്ള സമയത്ത് തന്നെയാണ് ഈ പറഞ്ഞ രീതിയിൽ കുട്ടികളുടെ കംപ്ലൈന്റ് പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എംബസിയിലെ കംപ്ലൈന്റ് പോയപ്പോൾ തന്നെ കഴിഞ്ഞ വർഷം എംബസി അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിരുന്നു, ഇത്തരം കംപ്ലൈന്റുകൾ ഇവിടെ കിട്ടിയിട്ടുണ്ടെന്നും ഇത് NMC ത്രൂ എന്ത് ചെയ്യാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ അന്വേഷണത്തിന്റെ റിസൾട്ടാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വന്നത്. കാരണം ഈ 3 യൂണിവേഴ്സിറ്റി എടുത്തു വരാൻ കാരണം എന്ന് വെച്ചാൽ, എംബസിയിൽ നിന്ന് വന്ന ഇൻഫർമേഷൻ പ്രകാരം അവരെന്താ പറഞ്ഞു വെച്ചാൽ, ഇപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിക്കും ഇത്ര സ്റ്റുഡൻസിൻ്റെ കപ്പാസിറ്റി ഉണ്ട്. ചിലപ്പോൾ 200 സ്റ്റുഡൻസ് 300 സ്റ്റുഡൻസിൻ്റെ കപ്പാസിറ്റി യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടാവത്തുള്ളൂ. പക്ഷേ കൺസൾട്ടന്റിന്റെ ഭാഗത്ത് നിന്ന് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ യൂണിവേഴ്സിറ്റി എൻക്വയറി കൂടുന്നു, അപ്പോൾ ഡിമാൻഡ് കൂടുന്നു, അപ്പോൾ അവർ അഡ്മിഷൻ എടുത്ത് കൂട്ടും. പൊതുവേ എന്നെ വിളിക്കുന്ന പാരൻസിനോട് ഞാൻ പറയാനുണ്ട്, നിങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റിയാണ് നോക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള യൂണിവേഴ്സിറ്റി ഉണ്ട്, അതിൻ്റെ FMG റിസൾട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതല്ല നിങ്ങൾ ബഡ്ജറ്റാണ് നോക്കുന്നതെങ്കിൽ ആ തരത്തിൽ നിങ്ങൾ ബഡ്ജറ്റ് നോക്കി പോയി പോകും. ഉസ്ബെക്കിസ്ഥാനിലേക്കാണെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല കൺട്രീസും ബഡ്ജറ്റ് മാത്രം നോക്കി പോകുന്ന പാരൻസ് ഉണ്ട്. അവിടെയാണ് ഈ തെറ്റിദ്ധരിക്കപ്പെടുന്നത് കൂടുതലും. കാരണം ഈ ബഡ്ജറ്റ് പറഞ്ഞു കൊടുക്കുന്ന കൺസൾട്ടന്റ് പോലും എന്ത് ചെയ്യുന്നില്ല, ഈ FMGയുടെ റിസൾട്ടിനെ കുറിച്ചും മറ്റൊന്നിനെ കുറിച്ചും പറയില്ല. എപ്പോൾ തുടങ്ങിയ യൂണിവേഴ്സിറ്റി ആണെന്ന് പോലും പറയില്ല. 2 വർഷം മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം തുടങ്ങിയ യൂണിവേഴ്സിറ്റി ഒക്കെ ആയിരിക്കും. കുറഞ്ഞ ബഡ്ജറ്റ് $2,800 ഇയർലി ഫീസ്. അപ്പം ഇത് പോയി കഴിഞ്ഞാൽ പിന്നീടാണ് നമ്മളത് അവിടെ എത്തിക്കഴിഞ്ഞ് ലോക്കായ ശേഷം അറിയാണ് FMGന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങുക കുട്ടികൾ പരസ്പരം ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ. അപ്പം ഇത് ഉസ്ബെക്കിസ്ഥാന് മാത്രം വിഷയമല്ല. ഇത് ഈ പറയുന്ന റഷ്യ കോട്ടെ, കസാഖ്, കിർഗിസ്ഥാൻ, ജോർജിയ എല്ലായിടത്തും ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ പലതും ഉണ്ട്. നമ്മൾ ഈ കിർഗിസ്ഥാനിലൊക്കെ പറഞ്ഞ ഇപ്പം എംബസിയിൽ പോലും അത്തരത്തിലുള്ള കംപ്ലൈന്റ് എത്തിയിട്ടുണ്ട്. പക്ഷേ എംബസി അതിനെക്കുറിച്ച് ഇതുവരെ ഒന്നും റിയാക്ട് ചെയ്തിട്ടില്ല, റെസ്പോണ്ട് ചെയ്തിട്ടില്ല. സോ കാരണം അവിടെയുള്ള പല യൂണിവേഴ്സിറ്റീസിലും ഒരു സെമസ്റ്റർ എക്സാം ആവാനാകുമ്പോഴായിരിക്കും കുട്ടികൾ അങ്ങോട്ട് കയറി പോകുന്നുണ്ടാകുക. അവരതുവരെ നാട്ടിലായിരിക്കും. ഞാനും കേട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് സെമസ്റ്ററിലാകുമ്പോൾ കുട്ടികളെ എക്സ്പെൽ ആക്കുക അല്ലെങ്കിൽ സെം ബാക്ക് ആക്കുക. കാരണം ഇത്രയും സ്റ്റുഡൻസിന് ഒരുമിച്ച് ഗ്രാജുവേറ്റ് ആക്കാൻ പറ്റത്തില്ല. അതായത് 400 കുട്ടികളൊക്കെ ആയിരിക്കും ബാച്ച് ഗ്രാജുവേഷൻ ആവേണ്ടത്. പക്ഷെ ആ സമയത്ത് ക്ലാസ്സിലൊന്നും കാണാത്ത 1200 പിള്ളേരൊക്കെ ആയിരിക്കും ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി സെറമണിയിലേക്ക് വരുന്നത്. അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോൾ ഒരു എബ്രോഡ് MBBS യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് പോകാൻ നോക്കുക. പിന്നെ ബഡ്ജറ്റ് മാത്രം നോക്കിയാൽ പോരാ, ആ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാൻഡേർഡും ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനും നോക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് FMG എക്സാം എന്നുള്ളത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇപ്പം ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ സോ എന്താണെന്ന് വെച്ചാൽ നല്ല FMG പാസിംഗ് പെർസെൻറ്റേജ് ഉള്ള യൂണിവേഴ്സിറ്റി വേണം ചൂസ് ചെയ്യാൻ. കാരണം ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നല്ല ക്വാളിറ്റി ഉള്ള യൂണിവേഴ്സിറ്റി പഠിച്ചു കഴിഞ്ഞാൽ തിരിച്ച് വന്ന് FMG എക്സാം ആയാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാവാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. FMG എക്സാം ടഫ് തന്നെയാണ്, പക്ഷേ നല്ല ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനിൽ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ആ FMG എക്സാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് പാസ്സാവാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഇപ്പോൾ നിങ്ങളുടെ മെന്റർഷിപ്പിൽ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ നമ്മുടെ കസാക്കിൽ പഠിച്ച കുട്ടികൾ, അവരെ കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം? അവരുടെ ക്വാളിറ്റി ഇപ്പോൾ കസാഖിസ്ഥാൻ അൽഫറാബി ആയാലും അസ്ഫനിയാറാവ് ആയാലും അവിടുത്തെ യൂണിവേഴ്സിറ്റി കുട്ടികളൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്ത് പോകുന്ന ആൾക്കാരുടെ എണ്ണം ഒരുപാട് കൂടുതലാണ്. കാരണം ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നല്ല ഹൈ ലെവലാണ് അവിടുത്തെ. അപ്പം ഇന്റേൺഷിപ്പ് ആയാലും ക്ലിക്കർഷിപ്പ് എല്ലാം ആയാലും നല്ല സപ്പോർട്ടാണ്. അപ്പോൾ സ്റ്റുഡൻസിനോട് സംസാരിച്ചപ്പോഴും മനസ്സിലാച്ചാൽ നല്ല രീതിയിലുള്ള ക്ലാസ്സും കാര്യങ്ങളും അവിടെ വരുന്നത്. അതുമാത്രമല്ല അവർക്ക് നല്ലൊരു ബേസ് ഉണ്ട്, എല്ലാ സബ്ജക്റ്റിൻ്റെയും ബേസ് ഉണ്ട്. ഇപ്പോൾ FMG എക്സാമിന് 9 സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റിൻ്റെയൊക്കെ നല്ല ബേസ് ഉണ്ട്. നല്ല ബേസ് ഉണ്ടാകുമ്പോൾ തന്നെ FMG ക്ലാസ്സിൽ 6 മന്തിൻ്റെ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അവർക്ക് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. FMG എക്സാം നമുക്ക് സിമ്പിളാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ എത്ര കുട്ടികളാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്ത് പോകുന്നത്. സോ അതാ യൂണിവേഴ്സിറ്റിൻ്റെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ തന്നെയാണ്. എന്താ പറയാൻ കാരണം നമ്മുടെ ഭൂരിഭാഗം കുട്ടികളും ഇദ്ദേഹത്തിൻ്റെ കീഴിലാണ്, ഇവിടെ ഇദ്ദേഹത്തിൻ്റെ മെന്റർഷിപ്പോട് കൂടിയാണ് ഇപ്പോൾ FMG ഒക്കെ ക്ലിയർ ചെയ്ത് പോയിട്ടുള്ളത്. സോ ഈ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്ര മാത്രം. ഇനി അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു MBBS പഠനം കംപ്ലീറ്റ് ആക്കുക എന്നത് മാത്രമല്ല, അതിനുശേഷമുള്ളൊരു കടമ്പയാണ് FMG എന്നുള്ളത്. അത്തരത്തിൽ FMG എക്സാമിനെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ധാരണ വരാനും അതിനെക്കുറിച്ച് ക്ലിയർ പിക്ചർ കിട്ടാൻ, നിങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ വേണമെങ്കിൽ സൂരജ് സാറിനെയും ബന്ധപ്പെടാം. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്ത് ഇതൊരു 6 വർഷം കൊണ്ട് കഴിയുന്ന പരിപാടിയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങരുത്. അതിനുശേഷം നമുക്ക് മുന്നിൽ ഈ പറയുന്ന കടമ്പകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പൂർത്തീകരിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത്
നിർബന്ധമായിട്ടും ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ മുതൽ അതിൻ്റെ ഫൈനൽ സ്റ്റേജ് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. അതിനൊരു പകുതി ഭാഗം മാത്രം കഴിഞ്ഞിട്ട് പോകുന്ന അവസ്ഥയല്ല, പ്രത്യേകിച്ച് ഈ മെഡിക്കൽ ഫീൽഡ് ആകുമ്പോൾ. അപ്പോൾ ഒരു ഡോക്ടറായി നിങ്ങൾ ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും FMGയുടെ കാര്യത്തിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള പുതിയ സംശയങ്ങൾ എന്ത് കാര്യങ്ങളാണെങ്കിലും, പേരൻസിനാണെങ്കിലും വിദ്യാർത്ഥികൾക്കാണെങ്കിലും നമ്മളെ രണ്ടുപേരെയും ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.